നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLൻ്റെ അനിശ്ചിതത്വം ക്ലബ്ബുകളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒഡീഷ FC ഇപ്പോൾ ഒരു ലെറ്റർ കൊടുത്തിരിക്കുന്നു അവരുടെ സ്റ്റാഫിനും ക്ലബ് താരങ്ങൾക്കുമൊക്കെ, അതായത് അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന്. ഇത് കോൺട്രാക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ക്ലോസ് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലെറ്റർ ഇറക്കുന്നത്. അതായത് ഫോഴ്സ് മെജ്യൂർ. ഇങ്ങനെ ഈ ഒരു ക്ലോസ് അനുസരിച്ച് കോൺട്രാക്റ്റിൽ നിന്ന് എക്സ്ക്യൂസ് ലഭിക്കും. അൺഫോർസിബിൾ ആയിട്ടുള്ള സംഭവവികാസങ്ങൾ, അൺകൺട്രോളബിൾ ആയിട്ടുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായാൽ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യുന്നതിൽ നിന്ന് എക്സ്ക്യൂസ് ലഭിക്കും. ആ ക്ലോസാണ് ഈ പറയുന്ന ഫോഴ്സ് മെജ്യൂർ എന്ന് പറയുന്നത്. നിയമപരമായിട്ട് അതിന് എക്സ്ക്യൂസ് ലഭിക്കും. അതാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ലെറ്ററിൽ പറയുന്നത്, അവരുടെ ഒഫീഷ്യൽ അജിത് പാൻഡ എന്ന് പറഞ്ഞാൽ ഒഡീഷ FCയുടെ പാരൻ്റ് ഓർഗനൈസേഷൻ ഡൽഹി സോക്കർ പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ ഒരു ലെറ്റർ ഇറക്കുന്നത്. അതിൽ കൃത്യമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നു അജിത് പാൻഡ. അദ്ദേഹമാണ് ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യുന്ന കാര്യം, ഈ സസ്പെൻഷൻ ടെമ്പററിയാണ്. അത് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പോസ്റ്റ്പോൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, താരങ്ങൾ മറ്റെവിടെയെങ്കിലും അവസരങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ചെയ്യാം, അതിന് ക്ലബ്ബ് തടസ്സം നിൽക്കില്ല. ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് പോവേണ്ടവർക്ക് പോകാവുന്നതാണ് എന്നുകൂടി അതിൽ വ്യക്തമാക്കുന്നുണ്ട്. സോ ആ ലെറ്ററിലെ വിവരങ്ങൾ ഇപ്പോൾ ഖേൽനോ പുറത്തുവിടുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അടുത്ത സീസണിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 2025-26 സീസണിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെഫിനിറ്റ്ലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡ്യൂ ടു ഇന്നബിലിറ്റി ഓഫ് FSDL ആൻഡ് AIFF ടു റീച്ച് ആൻ എഗ്രിമെൻറ്റ് ഓൺ റിന്യൂവൽ ഓഫ് MRA മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇൻഡിഫിനിറ്റായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് ISLൻ്റെ ആരംഭം. അപ്പോൾ ഈ ഒരു അൺഫോർച്ചുനേറ്റ് ഡെവലപ്മെൻറ്റ് ഒഡീഷ FCയെ എക്സ്ട്രീംലി ചലഞ്ചിങ് പൊസിഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഒരു സർക്കംസ്റ്റാൻസസിനെ അവരുടെ കൺട്രോളിലുള്ള ഒന്നല്ല. അപ്പോൾ ഇതിനെ ഫോഴ്സ് മെജ്യൂർ ഇവൻ്റായിട്ട് കണക്കാക്കുകയാണ്. അപ്പം കെയർഫുള്ളായിട്ടുള്ള, വളരെ തറവായിട്ടുള്ള കൺസിഡറേഷന് ശേഷം ക്ലബ്ബ് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം ക്ലബ്ബ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ക്ലബിൻ്റെ എല്ലാ ആളുകളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ്, അവരുടെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യുകയാണ് വിത്ത് എഫക്റ്റ് ഫ്രം 5th August 2025. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലീസ് ബി അഷ്യൂർഡ് ദാറ്റ് ദിസ് ഡിസിഷൻ ഹാസ് നോട്ട് ബീൻ ടേക്കൺ ലൈറ്റ്ലി ആൻഡ് ഈസ് ബീയിങ് മെയ്ഡ് ഓൺ എ ബോണഫൈഡ് ബേസിസ് ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ക്ലബ് ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ കൃത്യമായിട്ട് ഊന്നി പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പം ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതുപോലെയുള്ള തീരുമാനങ്ങളിലേക്ക് മറ്റുള്ളവർ കടക്കുമോ, അവിടെയുള്ള താരങ്ങൾ മറ്റ് ഓപ്പർച്യൂണിറ്റീസ് തേടിപ്പോയാൽ എന്താണ്, അവരെ കുറ്റം പറയാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ദുസ്ഥിതിയിലേക്കാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.